വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഇജെ. ഞങ്ങൾ ഇന്നലെ രാത്രി ജയ്പൂരിലെത്തി. ഹവാമഹലിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ആലു പൊറാത്തയും പിന്നെ അതിലേക്ക് ഒന്ന് വരുന്നത് അച്ചാറാണ്, പിന്നെ രണ്ടാമത്തേത് വരുന്നത് തൈരാണ്. ഇവിടെ എന്ത് ഫുഡ് കിട്ടുകയാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ അച്ചാർ കാണുന്നുണ്ട്. പിന്നെ ആലു പൊറാത്ത നല്ല സോഫ്റ്റാണ്. ഇതാ ഉള്ളിൽ നല്ല സ്റ്റഫ് ചെയ്തിട്ടാണ്. അപ്പം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഹായ് ടീംസ്, നമ്മളിന്ന് ജയ്പൂരിലാണുള്ളത്. ഇപ്പോൾ സമയം 11 മണിയായി. നമ്മളിവിടെ ഹവാമഹല്, പിന്നെ സിറ്റി പാലസ്, ജന്തർ മന്ദിർ, പിന്നെ ഒരു നാഗർ ഫോർട്ട് ഉണ്ട്. ഇതൊക്കെ കണ്ടിന്ന് ജയ്പൂർ എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് റൈഡ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ജയ്പൂരിലുള്ള മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ ഇനിയിപ്പോൾ ഞങ്ങൾ ചണ്ഡീഗഡിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളിതാ പിങ്ക് സിറ്റി, ജയ്പൂരിലെ പിങ്ക് സിറ്റീൻ്റെ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പിങ്ക് സിറ്റിന്റെ എൻട്രി. കണ്ടിലെ മൊത്തം പിങ്ക് ആണ് ഇവിടെ. ഇതാണ് നമ്മളെ പിങ്ക് സിറ്റിന്റെ എൻട്രി കഴിഞ്ഞിട്ട് ഉള്ളിലേക്കുള്ളത്. ഇവിടെ ഉള്ള മൊത്തം ബിൽഡിങ്ങും പിങ്ക് കളറിലാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ പിങ്ക് കളറിന്റെ കൂടുതലുകൊണ്ട് തന്നെയാണ് ഇതിന് പിങ്ക് സിറ്റി എന്നുള്ള പേര് വന്നത്. രാജാ സവായ് ജയ്സിംഗ് ആണ് ഈ ഒരു പിങ്ക് സിറ്റി കൺസ്ട്രക്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഈ ജയ്പൂർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നമ്മൾ പിങ്ക് സിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 9 ഗേറ്റിലൂടെ മാത്രം, ഏതെങ്കിലും ഒരു ഗേറ്റിലൂടെ മാത്രം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ദിസ് ഈസ് ദ ഹവാമഹൽ. ഓ, ഇതാണ് നമ്മളെ ഹവാമഹൽ. ഇതാണ് നമ്മളെ ഹവാമഹലിൻ്റെ എൻട്രി. ഹവാമഹലിലേക്ക് വലിയ ആളുകൾക്ക് 50 രൂപയാണ് ഫീസ്. പിന്നെ കുട്ടികൾക്ക് ഫീസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിലൂടെ, ഈ എൻട്രിയിലൂടെ കയറിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഷോപ്പിൽ നിന്ന് നമ്മളെ ഈജേനും അതുപോലെ തന്നെ നമ്മളും രാജസ്ഥാനി ഡ്രസ്സ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളും ഇവിടെ വന്നപ്പം 3 രാജസ്ഥാനികളായി മാറുകയാണ് ചെയ്തത്. നമ്മുടെ ഈജ് ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലെ ഹവാമഹലിലാണുള്ളത്. ഹവാമഹൽ എന്ന് പറയുന്നത് നമ്മൾ ജയ്പൂർ റോയൽ പാലസിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പാലസാണ് ഈ ഹവാമഹൽ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും പരിപാടികൾ പങ്കെടുക്കാനുള്ളൊരു പെർമിഷൻ ഇല്ലാത്തത് കാരണം ഒരു പർദ്ദ സിസ്റ്റം ആയിരുന്നു. അപ്പം ഈ ഒരു പാലസിലെ വിൻഡോസ് വഴിയാണ് അവർ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരുന്നത്, ഫങ്ഷൻസ് ഒക്കെ ആസ്വദിച്ചിരുന്നത്. ഇവിടെ ഈ ഒരു 5 നില കെട്ടിടത്തിന് 953
ചെറിയ ചെറിയ ജാലകങ്ങളാണുള്ളത്. ഇതിന് ജരോഗാസ് എന്നാണ് പറയുന്നത്. മഹാരാജ ജയ്സിംഗ് ടൂവിൻ്റെ കൊച്ചുമകനായിട്ടുള്ള മഹാരാജ പ്രതാപ് സിംഗ് ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു 5 നില കെട്ടിടം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഹണി കോംബ്, ഒരു തേനീച്ച കൂട് പോലെയാണ് തോന്നുക. ഇതും പിങ്ക് കളറിലാണ് ഉള്ളത്. പിന്നെ യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഈ ഹവാ മഹലും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ജന്തർ മന്ദിർ അങ്ങനെ 3 എണ്ണം ഇടം പിടിച്ചിട്ടുണ്ട്. ഇതാണ് രാജസ്ഥാനിലെ സ്ട്രീറ്റുകൾ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ കുറേ ഈ അലൂമിനിയം പോലത്തുള്ള പാത്രങ്ങൾ ഷോപ്പുകൾ, പിന്നെ സ്വീറ്റ്സിൻ്റെ അങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് റഷാണ്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷൻ്റെ പോലെ തന്നെ വേറൊരു ടൈപ്പ്, ഒരു ബാറ്ററിയിലോടുന്ന ഒരു ഓട്ടോറിക്ഷൻ്റെ ടൈപ്പ് ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റൂം എടുത്ത ശേഷം വണ്ടി അവിടെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഈ ഓട്ടോറിക്ഷ പോലെയുള്ള വണ്ടികൾ എടുത്തിട്ട് നമ്മൾ സ്ട്രീറ്റ് മൊത്തം കറങ്ങുകയാണെങ്കിൽ അത് നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ വെഹിക്കിൾ എടുത്തിട്ട് അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇത് നമ്മളെ രാജസ്ഥാനിൻ്റെ ഒറിജിനൽ രാജസ്ഥാനി താലിയാണ്. താലി എന്ന ഭക്ഷണത്തിൻ്റെ ഉത്ഭവം തന്നെ രാജസ്ഥാനിൽ നിന്നാണ്. നമ്മളെപ്പോഴും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ആ സ്ഥലത്തെ ഫുഡ് എന്താണോ, ആ നേറ്റീവ് ഫുഡ് അതൊന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ സ്ഥലത്തും ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്യണമെന്നില്ല, കാരണം നമ്മളെ വയറൊക്കെ കംപ്ലൈൻ്റ് ആവാനുണ്ട്. പക്ഷേ ചില ഒതൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് നമ്മളെപ്പോഴും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ താലി പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഉത്ഭവം തന്നെ രാജസ്ഥാനിലാണ്. അപ്പം ഇവരുണ്ടാക്കുന്ന ഇവരുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന താലിയായിരിക്കും ഏറ്റവും അടിപൊളി. ഇതാണ് നമ്മൾ ജയ്പൂരിലെ സിറ്റി പാലസ്. ഈ സിറ്റി പാലസ് ഇപ്പം 3 സെക്ഷനാണ്. ഒരു ഭാഗത്ത് മ്യൂസിയം ഉണ്ട്,
അടുത്ത ഭാഗത്തായിട്ട് നമ്മളെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഡ്രസ്സ്, അതുപോലെ തന്നെ അവരുടെ എല്ലാ കളക്ഷനും വെച്ചിട്ട് ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ നിലവിലുള്ള രാജവംശം അവർ താമസിക്കുന്ന ചന്ദ്രമഹൽ എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. പിന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഫോട്ടോ, വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി എല്ലാം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാലസിൻ്റെ ഉള്ളിൽ രാജാക്കന്മാർ അന്ന് ഉപയോഗിച്ചിട്ടിരുന്ന പല സാധനങ്ങളും, അപ്പം അന്ന് കാലത്ത് ആ കൊട്ടാരത്തിൽ വർക്ക് ചെയ്തിരുന്ന അവരുടെ പിൻതലമുറക്കാർ ഇപ്പോഴും ആ സാധനങ്ങളൊക്കെ നിർമ്മിച്ച് അവിടെ നൽകുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് അവരുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ, അങ്ങനത്തേതിൻ്റെയൊക്കെ സാധനങ്ങൾ അവർ അവിടുന്ന് വാങ്ങി വിൽക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു തരം ഷോളാണിത്. ഇതൊക്കെ ഈ പാലസിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു വിൽപ്പന കൂടി നടക്കുന്നുണ്ട്. So I learned from my father, and how I make, I will just show you. This is the tool on here. Is it one side round, is the flat, sharp on the point. It's like chisel on here. So first I use this tool for carving the wood, and before the carving I'll draw the design. You see the like lines with the pen. So first I make a graph, and before the graph like this. This is the plane. So first make a graph, and after that I'll carve the wood first. See, I mix a design into the wood like that, like this on here. I'll mix a glue into the wood on here. So first I mix a design like this on here, and after that you just see this wire, brass wire is almost same size, the broadness of same size. Is this wire also I make by hand, I cut by scissors from the sheet. I use brass sheet on here, and this is scissor to make a wire. Look, like this. I'll cut almost one size wire, freehand I cut it, straight, without any mark. And after that is this wire, I'll tap it in by hammer into the wood without any glue. See, I'll make a straight the wire, and then where I mix a glue, I put the wire into the wood without any glue. And then I cut from here, break the wire like this, and put a fully wire. Now you can feel your hand on here. It's a bit rough, just a rough on it, just a here, where I put the wire. It's just a little rough on here, a little bit. And after I use that stone, this is the emery file for sanding down to make it smooth and shiny like this. Now become shiny and smooth. Feel it. How is it? It's better. And after that, the main thing, you just see these tiny dots. Look at the small point in on here, like tiny dots on here. They all dot I cut one by one from round wire, and I put each one like nail on here. Look, it's a very tiny, very small. I cut each one by one from round wire. Then after, and then again I'll send out. See, these are the point I put here. So first I make a work on the border here, then make middle, then make complete. I'll cut from here. I make a top. This is the only top. So first I make a work on top, then after I took another wood for make side. I make work on 4 side, and then join box again. ചാൾസ് രാജകുമാരന് ജയ്പൂർ പാലസ് വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത കൊത്തുപണിയുള്ള ബോക്സാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ ഉള്ള സ്കൾപ്ചർ വർക്ക് ചെയ്യുന്ന അവരെ മുത്തശ്ശനാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിലപിടിച്ച സാധനങ്ങൾ ഇവരുടെ ശേഖരത്തിലുണ്ട്.
ഇതാണ് ജയ്പൂരിലെ ദി രാജ് പാലസ്. ഈ ഹോട്ടലാണ് ഇന്ന് ലോകത്തിലെ 2ാം സ്ഥാനത്ത്, അതായത് ഏറ്റവും എക്സ്പെൻസീവായിട്ട് താമസിക്കാൻ പറ്റുന്ന 2ാം സ്ഥാനത്തുള്ള ഹോട്ടൽ പറഞ്ഞാൽ അതിലുള്ള പ്രസിഡൻഷ്യൽ സ്യൂട്ടിന് ഏകദേശം ഇന്ത്യൻ മണി 30 ലക്ഷം രൂപേൻ്റെ മുകളിലാണ് ഒരു ദിവസത്തേക്കുള്ള കോസ്റ്റ്. ഞങ്ങളിപ്പം നാഗർ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ജയ്പൂർ സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടിൽ ഇപ്പം നൈറ്റിൽ വന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. അതിൻ്റെ വ്യൂ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. ഇപ്പോൾ ഈ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ കാണുന്ന പോലെ ഈ ബ്ലോക്കുകളായിട്ടുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് അന്ധകാലത്ത് ഇവിടെ ഈ സിറ്റി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് നൈറ്റ് 10 മണി വരെ ഓപ്പൺ ആണ്. ഈ സൺസെറ്റ് ടൈം ഏകദേശം 5 മണി മുതൽ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആക്കി തരും. ഇതാണ് ജയ്പൂരിലെ ജൽമഹൽ. ജൽമഹൽ എന്ന് പറയുന്നത് വേറൊരു ഫോർട്ടാണ്. ഈ ഫോർട്ടിൻ്റെ 3 നില വരുന്നത് വാട്ടറിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ താഴെ ഈ 3 നില വരെ, മുകളിലേക്ക് 2 നില മാത്രമേ വരുന്നുള്ളൂ. ഈ 3 താഴേക്കുള്ള 3 നിലയിൽ റോയൽ ഫാമിലി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുൻപ് വരെ ഇവിടെ വിസിറ്റേഴ്സിനെ അലൗഡ് ആയിരുന്നു. ഇപ്പം കുറച്ച് കാലമായിട്ട് ഇവിടെ വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല. ഇതിപ്പം ഗവൺമെൻറ്റാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. First block, then complete the outline, okay? Middle also gap is covered, then use for second block. Second block used for second color. For 2 color painting, expert karyगर using for 3 to 4 block, but here is ready only 2 color. Then I will show you only 2 color painting. Then after direct sunlight, then change the background. This is for normal water, any for background for red, black, blue. Then use for herbal powder. This is not chemical. Chemical is put in water, then it's water color changing. But water color is not changed. Water color is same, and no effect for any cloth, and no effect for any skin. See. But this cloth is put in water. Then his background is changed and paint is as it is. And red is fast color. ജയ്പൂരിൽ അവരെങ്ങനെയാണ് നാച്ചുറൽ കളറ് ഡ്രസ്സിൽ പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ കാണിച്ചത്. ഈ ഹവാമഹലിൻ്റെ
ഭംഗി കണ്ടിട്ടും മതിയാവുന്നില്ല. അപ്പോൾ രാത്രി ലൈറ്റിൻ്റെ വെളിച്ചത്ത് ഒന്നുകൂടി ആ ഹവാമഹലിൻ്റെ അടുത്ത് വന്ന് കണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നാളെ കാണുന്നവരേക്കും ബൈ ബൈ.